ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പക്ഷേ പലപ്പോഴും നമ്മൾ അശ്രദ്ധമാക്കി കളയുന്ന സുന്നത്ത് നിസ്കാരങ്ങളിൽ അതിശ്രേഷ്ഠമായ ഒരു സുന്നത്ത് നിസ്കാരമാണ് അവ്വാബീൻ സുന്നത്ത് നിസ്കാരം. എൻ്റെ പൊന്നുസ്താദെ, ഇപ്പോൾ തന്നെ ഒരുപാട് നിസ്കാരങ്ങളുണ്ട്. വിത്തറുണ്ട്, തഹജ്ജുദുണ്ട്, ദുഹായുണ്ട്, അല്ലെങ്കിൽ ഓരോ ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു നിസ്കാരം കൂടി പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ നിസ്കരിക്കും. ഇത് നിർബന്ധമായ നിസ്കാരമൊന്നുമല്ല, സുന്നത്തായ നിസ്കാരമാണ്. എന്താണ് അവ്വാബി നിസ്കാരം? നമുക്കൊന്ന് കേട്ടാലോ. അവ്വാബി നിസ്കാരം എപ്പോഴാണ് ഇത് നിസ്കരിക്കേണ്ടത്? ഈ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്? ഇത് എത്ര റക്അത്താണ് നിസ്കരിക്കേണ്ടത്? അതുപോലെ തന്നെ ഈ നിസ്കാരത്തിൽ ഏത് സൂറത്താണ് ഓതേണ്ടത്? ഈ നിസ്കാരത്തിൻ്റെ രൂപം വളരെ ലളിതമായി നമുക്കൊന്ന് കേൾക്കാം. അവ്വാബീൻ എന്ന സുന്നത്ത് നിസ്കാരത്തെ പറ്റി കേൾക്കുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് അത് റമദാനിൽ നിസ്കരിക്കേണ്ട നിസ്കാരമല്ലേ ഉസ്താദെ, റമദാനിൽ അവസാനത്തെ പത്തിൽ? അല്ല, ഒരിക്കലുമല്ല. ഈ നിസ്കാരം എല്ലാ മാസത്തിലും നമുക്ക് നിസ്കരിക്കാം, എല്ലാ ദിവസവും നമുക്ക് നിസ്കരിക്കാം. സ്ഥിരമായി ഒരു മനുഷ്യൻ ഈ അവ്വാബീൻ നിസ്കാരം നിർവഹിച്ചാൽ 9 വലിയ നേട്ടങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരുപാട് ഫർദ് നിസ്കാരങ്ങൾ ഖളാ ഉണ്ട്. ഫർദ് നിസ്കാരം ഖളാ ഉള്ളപ്പോൾ ഈ അവ്വാബീൻ നിസ്കാരം നിർവഹിക്കാമോ? എന്താണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം? വീഡിയോയിലുണ്ട്, അവസാനം വരെ കേൾക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് പലവിധ പ്രയാസങ്ങളുമായി കഴിയുന്നവരുണ്ട്, ബുദ്ധിമുട്ടുകളുമായി കഴിയുന്നവരുണ്ട്. അള്ളാഹു നമ്മുടെയും അവരുടെയും പ്രയാസ പ്രതിസന്ധികൾ മാറ്റിത്തരുമാറാവട്ടെ. ഇബാദത്തുകൾ ഒരുപാട് ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ. നമ്മളെല്ലാവരും നിത്യമായി ഫർദ് നിസ്കരിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ സുന്നത്തുകൾ ഒരുപാട് നിസ്കരിക്കുന്നവരാണ്. തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്, ദുഹാ നിസ്കരിക്കാറുണ്ട്, വിത്ർ നിസ്കരിക്കാറുണ്ട്, അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത നിസ്കാരങ്ങൾ പല രൂപത്തിൽ നമ്മൾ നിസ്കരിക്കാറുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാ നിസ്കാരങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ സുന്നത്തായ ഒരുപാട് നിസ്കാരങ്ങളിൽ നമ്മൾ പലപ്പോഴും അശ്രദ്ധമാക്കി കളയുന്ന അല്ലെങ്കിൽ നമുക്കറിയില്ലാത്ത ഒരു സുന്നത്ത് നിസ്കാരമാണ് അവ്വാബീൻ സുന്നത്ത് നിസ്കാരം. അവ്വാബീൻ എന്ന പേരുള്ള നിസ്കാരം. ഇത് നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുന്നത് പോലെ അല്ലെങ്കിൽ വിത്ർ നിസ്കരിക്കുന്നത് പോലെ വളരെ പ്രാധാന്യത്തോടു കൂടി നിസ്കരിക്കാറില്ല എന്നത് തന്നെയാണ് സത്യം. എന്താണ് ഈ അവ്വാബീൻ നിസ്കാരം? അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതെപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? വിശദമായി നമ്മളിതാ പറയാൻ പോവുകയാണ്. ആദ്യം തന്നെ ഈ അവ്വാബീൻ എന്ന ആ ഒരു പേരിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു, അവ്വാബീൻ എന്ന് പറഞ്ഞാൽ മടങ്ങുന്നവർ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. അല്ലെങ്കിൽ ശ്രദ്ധയുള്ളവർ അശ്രദ്ധമായ സമയത്ത് ശ്രദ്ധയോടുകൂടി നിസ്കരിക്കുന്നവരാണ് എന്നങ്ങനെ പറയാനുള്ള കാരണം, അതായത് ഈ നിസ്കാരം നിർവഹിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ വരെയുള്ള ആ ഒരു ടൈം, ചിലപ്പോൾ ഒരു 3/4 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 50 മിനിറ്റൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. ഈ സമയത്ത് നമുക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഓതാൻ തന്നെ ഒരുപാട് ഉണ്ടാകും, ദിക്റുകൾ ഉണ്ടാകും, സ്വലാത്തുകൾ ഉണ്ടാകും, കുട്ടികളാണെങ്കിൽ പഠിക്കാനുണ്ടാകും. പിന്നെ പല ഉമ്മമാരും ആ സമയത്താണ് ടിവിയുടെ മുന്നിൽ, സീരിയലിൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ഇപ്പോൾ സീരിയലൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ കഴിഞ്ഞു പോയി എന്ന് തോന്നുന്നു. ഇപ്പോൾ യൂട്യൂബിലുള്ള പല വ്ളോഗുകൾ വരുന്നത്, അല്ലെങ്കിൽ പല സമയങ്ങളുള്ള വീഡിയോകൾ റിലീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോമഡി പരിപാടികൾ ഉണ്ടാകുന്നത് ആ ഒരു ടൈമിലായിരിക്കും. എല്ലാവരും ഒരു പക്ഷേ ചിലപ്പോൾ ഒരു സമയം നോക്കാൻ വേണ്ടി ഫോൺ എടുത്തതായിരിക്കാം, പിന്നെ അതിലിങ്ങനെ മുഴുകി പോകും. അങ്ങനെ പലപ്പോഴും ടൈം വളരെ ബറക്കത്തുള്ള ഒരു സമയം വളരെ മോശമായ രൂപത്തിൽ ചിലവഴിക്കാൻ സാധ്യതയുള്ള ഒരു ടൈം, അതായത് അശ്രദ്ധമാക്കി കളയുന്ന ഒരു സമയമാണ് ഇശാ മഗ്രിബിൻ്റെ ഇടയിലുള്ള സമയം. ഈ സമയത്താണ് ഈ അവ്വാബീൻ നിസ്കരിക്കേണ്ടത്. അപ്പോൾ അവ്വാബീൻ എന്ന പേരിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. ഇതെപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? ഇശാ മഗ്രിബിൻ്റെ ഇടയിലുള്ള സമയത്താണ്. ബൈനൽ മഗ്രിബി വൽ ഇശ എന്നാണ്. ഇശാ മഗ്രിബിൻ്റെ ഇടയിലുള്ള സമയത്താണ് ഈ ഒരു നിസ്കാരം നിർവഹിക്കേണ്ടത്. ഈ നിസ്കാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്.
ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഈ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയായിട്ട് മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഏകദേശം ഈ നിസ്കാരത്തിന് 9ഓളം വമ്പൻ പ്രതിഫലങ്ങളുണ്ടെന്നാണ്. 9ഓളം പ്രതിഫലങ്ങൾ. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പറയാം. അതിനു മുമ്പ് മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, നബിയേ, ഈ അവ്വാബി നിസ്കാരം എന്താണ്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചു തരുമോ? നബി തങ്ങൾ പറയുകയാണ്, ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള നിസ്കാരമാണ് ഈ അവ്വാബി നിസ്കാരം. ഈ നിസ്കാരം ഒരു മനുഷ്യൻ മഗ്രിബ് ഇശാക്കിടയിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ അന്ന് പകലിൽ ചെയ്ത പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നും അവന്റെ ആഖിബത്ത്, അന്ത്യം, മരണം നന്നാകുമെന്നും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുകയാണ്. ഇനി ഈ നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? നമ്മൾ സാധാരണ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് ദിക്റൊക്കെ ചൊല്ലും. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്ർ, അതുപോലെ തന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സുന്നത്ത് നിസ്കരിക്കും. മഗ്രിബിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. ആ നിസ്കാരവും കഴിഞ്ഞിട്ടാണ് സുന്നത്തായ അവ്വാബി നിസ്കരിക്കേണ്ടത്. ഈ അവ്വാബി നിസ്കാരം മൊത്തം എത്രയാണ്? 20 റക്അത്താണ്. 20 റക്അത്താണ് ഏറ്റവും കൂടിയത്. 20 റക്അത്ത് നിസ്കരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. വേണമെങ്കിൽ കഴിയുന്നവർക്ക് നിസ്കരിക്കാം. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 റക്അത്താണ്. ഏറ്റവും കുറഞ്ഞത് 2 റക്അത്താണ്. ഒരു മീഡിയത്തിൽ നിൽക്കുന്നത് 6 റക്അത്താണ്. അപ്പോൾ കുറഞ്ഞത് 2, കൂടിയത് 6, ഏറ്റവും കൂടിയത് 20. 2 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി. 2 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി. 2 റക്അത്ത് നിസ്കരിച്ചു, സലാം വീട്ടി. ഇപ്പോൾ നമ്മൾ സാധാരണ തറാവീഹ് നിസ്കരിക്കൂലേ എന്നതുപോലെ 2 റക്അത്ത് വെച്ചാണ് നിസ്കരിക്കൽ. ഈ നിസ്കാരവും സുന്നത്തുള്ളത്. കുറഞ്ഞത് 2 റക്അത്തെങ്കിലും നിസ്കരിക്കൽ പ്രത്യേകം നല്ലതാണ്. ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അപ്പോൾ ഈ 2 റക്അത്ത് വീതം നിസ്കരിക്കുമ്പോൾ ഓരോ 2 റക്അത്തിൻ്റെയും ഇടയിൽ നമ്മൾ നിയ്യത്ത് വെക്കണം. എന്താണ്? സുന്നത്തായ അവ്വാബി നിസ്കാരം 2 റക്അത്ത് ഖിബിലക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് മലയാളത്തിൽ നിയ്യത്ത് വെച്ചാലും മതിയാകുന്നതാണ്. സ്ഥിരമായി ഒരു മനുഷ്യൻ ഇത് നിസ്കരിച്ചാൽ അവൻ്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നും നമുക്ക് ഹദീസുകളുടെ കിതാബുകളിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ അവ്വാബി നിസ്കാരം എപ്പോഴാണ് നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞു, അതിൻ്റെ നിയ്യത്ത് പറഞ്ഞു, പിന്നെ അതിൻ്റെ റക്അത്തുകളുടെ എണ്ണം പറഞ്ഞു. ഇനി ഒരു മനുഷ്യൻ ഈ അവ്വാബി നിസ്കാരം നിസ്കരിക്കുമ്പോൾ അതിൽ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുക. ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞ് പിന്നെ 6 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതി, 1 പ്രാവശ്യം സൂറത്തുൽ ഫലക്കും 1 പ്രാവശ്യം സൂറത്തുൻ നാസും ഇത് ഓതി അവൻ നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ വരാൻ പോകുന്ന പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പോലും നമുക്ക് കിതാബുകളിൽ കാണാം. അവ്വാബി നിസ്കാരം ഏറ്റവും കുറഞ്ഞ 2 റക്അത്താണ്. ഈ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ഓരോ പ്രാവശ്യം ഓതലാണ് ഏറ്റവും ലളിതമായ രൂപം. ഏറ്റവും ലളിതമായ രൂപം ഈ അവ്വാബി നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി അവ്വാബി നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി നിസ്കരിക്കുക. കൈ കെട്ടിയതിന് ശേഷം വജ്ജഹത്തു ഓതുക. വജ്ജഹത്തു ഓതിയതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ, അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് 1 പ്രാവശ്യം ഓതുക. അത് കഴിഞ്ഞ് പിന്നെ സാധാരണ പോലെ റുക്കൂഉ സുജൂദൊക്കെ ചെയ്തിട്ട് 2ാമത്തെ റക്അത്തിലേക്ക് വന്ന് അഊദു ഓതി, ബിസ്മി ഓതി, ഫാത്തിഹ പൂർണ്ണമായിട്ട് ഓതി. 2ാമത്തെ റക്അത്തിൽ സൂറത്തായിട്ട് ഓതേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്താണ്. അത് കഴിഞ്ഞ് പിന്നെ സാധാരണ പോലെ റുക്കൂഉം സുജൂദൊക്കെ ചെയ്ത് സലാം വീട്ടുക. ഇതാണ് അവ്വാബി നിസ്കാരം. ഈ നിസ്കാരം നമ്മുടെ മുൻഗാമികൾ ഒരുപാട് പേര് കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴും ഒരുപാട് ഉമ്മമാർ ഈ നിസ്കാരം നിർവഹിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ നമസ്കാരങ്ങളുടെയും പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇതിൻ്റെ ടൈം നമ്മൾ പറഞ്ഞു എപ്പോഴാണ്? ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ നമ്മൾക്ക് കുറച്ച് ഔറാദുകൾ ഉണ്ടാകും. ചിലപ്പോൾ യാസീൻ ഓതാനുണ്ടാകും, ചിലപ്പോൾ വാക്യ ഓതാനുണ്ടാകും. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇശാ ബാങ്ക് വിളിക്കുന്നതിന് മുന്നേ നമുക്ക് 2 റക്അത്ത് ഇത് നിസ്കരിക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ ഖൈറാൻ അതാണ് കറക്റ്റ് ടൈം. അല്ലെങ്കിൽ നമ്മൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് മഗ്രിബിൻ്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഈ 2 റക്അത്തായിട്ട് ഇത് നിസ്കരിച്ചാലും മതിയാകുന്നതാണ്. കുറഞ്ഞത് 2 റക്അത്ത്, മീഡിയം 6 റക്അത്ത്, ഏറ്റവും കൂടിയത് 20 റക്അത്താണ്. ഇതാണ് ഈ അവ്വാബി നിസ്കാരത്തിൻ്റെ ഏകദേശ രൂപം. ഇനി ഈ നിസ്കാരം നിർവഹിച്ചാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങളുണ്ട്. ഒന്ന്, മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു തരുന്നു, പാപങ്ങൾ
അല്ലാഹു തആല പുറത്തു തരുകയും അതുപോലെ തന്നെ ശുപാർശകരായിട്ട് മലക്കുകളെ അല്ലാഹു തആല ഏൽപ്പിക്കുമെന്നാണ്. നമുക്ക് ശുപാർശ ചെയ്യാൻ മലക്കുകളെ അല്ലാഹു തആല ഏൽപ്പിക്കും. അതായത് ദുനിയാവിൽ വെച്ച് തന്നെ ശുപാർശ. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ ഇയാളുടെ ദുആ നീ സ്വീകരിക്കണേ എന്ന് ഓരോ മലക്കുകൾ വന്ന് നമ്മുടെ ദുആക്ക് ഇജാബത്തായി മറുപടിയായി പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. രണ്ടാമത്തേത്, ഈ അവ്വാബിൻ നിസ്കാരം കൃത്യമായി സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് ലൈലത്തുൽ ഖദ്ർ കിട്ടിയവനെ പോലെയാണ്. യാ അല്ലാഹ് യാ അല്ലാഹ്. അതായത് 3 പള്ളികളാണല്ലോ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പള്ളി. 1 മക്കത്തെ പള്ളി, 2 മദീനത്തെ പള്ളി, 3 ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയാണ്. അപ്പോൾ ഈ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളി, മസ്ജിദുൽ അഖ്സ എന്ന് പറയും, ബൈത്തുൽ മുഖദ്ദസ് എന്നും പറയും. അപ്പോൾ ഈ പള്ളിയിൽ വെച്ച് ലൈലത്തുൽ ഖദ്ർ കരസ്ഥമാക്കിയവൻ്റെ കൂലി പോലത്തൊരു കൂലി അല്ലാഹു തആല ഈ അവ്വാബിൻ നിസ്കാരം നിത്യമായി കൃത്യമായി നിർവഹിക്കുന്നവന് കൊടുക്കുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമ്മൾ പറഞ്ഞു കുറഞ്ഞത് 2 റക്അത്തും കൂടിയത് 20 റക്അത്തും മീഡിയം ഒരു 6 റക്അത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 6 റക്അത്ത് അവ്വാബിൻ നിസ്കാരം ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ 12 വർഷത്തെ പാപങ്ങൾ പൊറുക്കുകയും 12 വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്തവന് കിട്ടുന്നത് പോലത്തെ ഒരു പ്രതിഫലം കിട്ടുമെന്ന് മഹാനായ ഇബ്നു മാജ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. യാ അല്ലാഹ്, എന്തൊരു വലിയ പ്രതിഫലമാണ്! വെറുതെ കളയണോ, നഷ്ടപ്പെടുത്തണോ? പിന്നെയോ മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഈ ഒരു മനുഷ്യൻ ഈ അവ്വാബിൻ നിസ്കാരം കൃത്യമായി നിത്യമായി മുടങ്ങാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ 50 വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്ന് മർവസിയുടെ മുഖ്തസർ എന്ന കിതാബിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 50 വർഷത്തെ പാപം. യാ അല്ലാഹ് അല്ലേ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അഞ്ചാമത്തേത്, ഒരു മനുഷ്യൻ ഈ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താല അവന് സ്വർഗത്തിൽ ബനല്ലാഹു ലഹു ബൈത്തൻ ഫിൽ ജന്ന, അള്ളാഹു താല സ്വർഗത്തിൽ ഇവനിക്ക് വേണ്ടി ഒരു കൊട്ടാരം, ഒരു വീട് പണിതു വെക്കുമെന്നാണ്. ആറാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ സബദൽ ബഹർ എന്നാൽ സമുദ്രത്തിൻ്റെ നുരയോളം തെറ്റുകൾ, അവൻ്റെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് പോലും നമുക്ക് കിതാബുകളിൽ കാണാം. ഏഴാമത്തേത്, തുടരെ തുടരെ ജിഹാദ് ചെയ്തവനെ പോലെയുള്ള പ്രതിഫലം അല്ലാഹു ഇവനിക്ക് കൊടുക്കുമെന്നും നമുക്ക് കിതാബുകളിൽ കാണാം. അതുപോലെ 8ാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ 6 റക്അത്ത് ഒരു മനുഷ്യൻ 6 റക്അത്ത്, അത് മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ, അതുപോലെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്: 6 റക്അത്ത്, ഒരു മീഡിയം പറയുന്നത് 6 റക്അത്താണ് ഈ നിസ്കാരം. 6 റക്അത്ത് ഇത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടിയവന് ഉള്ള പ്രതിഫലം പോലത്തൊരു പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നതാണ്. യാ അല്ലാഹ്, പഠിച്ചവനെ എത്ര വലിയ പ്രതിഫലമാണ്! അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, ഇത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന മഹാനായ ഇമാം ഗസാലി തങ്ങളുടെ കിതാബിൽ കാണാം, ആരെങ്കിലും ഇത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ അവനിക്ക് 2 വീട് അള്ളാഹു കൊടുക്കുമെന്നാണ്. ഇങ്ങനെ ഒരുപാട് ദുന്യാവിലെയും ആഖിറത്തിലെയും ഒരുപാട് നേട്ടങ്ങൾ വാരിക്കോരി നമുക്ക് കിട്ടുന്ന അവ്വാബിൻ നിസ്കാരം, അത് നിത്യമായി നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നിസ്കാരം അവ്വാബിൻ നിസ്കാരം മാത്രമല്ല, മറ്റു സുന്നത്തുകൾ നിസ്കാരവും അതുപോലെ ഫർളായ നിസ്കാരവും ഒക്കെ കൃത്യമായി നിർവഹിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ഉസ്താദേ ഞങ്ങൾക്ക് ഫർള് നിസ്കാരം ഖളാ ഉണ്ട്, ഒരുപാട് ഫർള് നിസ്കാരം ഖളാ ഉണ്ട്, ആ സമയത്ത് ഈ അവ്വാബിനൊക്കെ നിസ്കരിക്കാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഫർള് നിസ്കാരം ഖളാ ഉള്ളവർ, അത് ളുഹറാവട്ടെ, അസറാവട്ടെ, മഗ്രിബാവട്ടെ, ഇശാവയാവട്ടെ, ഏത് നിസ്കാരമാണോ ഖളാ ഉള്ളത് ആ ഖളാ ഉള്ള സമയത്ത് സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ പാടില്ല. അവരെന്ത് ചെയ്യുക, ആ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് കൂടി ഫർള് ഖളാ വീട്ടലാണ് വേണ്ടത്. നമ്മൾ ഫർള് നിസ്കാരം ഖളാ ഉള്ളപ്പോൾ സുന്നത്ത് നിസ്കരിക്കാമോ, ഫർള് നിസ്കാരം ഖളാ എങ്ങനെയാണ് വീട്ടേണ്ടത് എന്നുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ താഴെ വീണ്ടും ഒരുപാട് ഉമ്മമാർ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദ് ഞങ്ങൾ നിത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, ഈ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഞങ്ങൾക്ക് തഹജ്ജുദ് ഒഴിവാക്കാനേ തോന്നുന്നില്ല, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഒരുപാട് ഫർദും ഖളാ വീട്ടാനുണ്ട്. ഈ സമയത്തൊക്കെ പറയാനുള്ളത്, അതായത് തഹജ്ജുദ് നിസ്കാരം, വിത്ർ നിസ്കാരം, ദുഹാ നിസ്കാരം, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള അവ്വാബിൻ നിസ്കാരം, മറ്റ് സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന സമയത്ത്, ഉദാഹരണം പറഞ്ഞ ഒരു ഉമ്മ അവർ സുബഹിക്ക് മുന്നേ എഴുന്നേറ്റു. എന്തിനാണ് എഴുന്നേറ്റത്? തഹജ്ജുദ് നിസ്കരിക്കണം എന്ന നിയ്യത്തിലാണ് അവർ എഴുന്നേറ്റത്. അവരെ നിസ്കരിക്കുന്നതിന് വേണ്ടി അവർ വുളൂഒക്കെ എടുത്ത് നിസ്കാര ചട്ടയൊക്കെ ഇട്ട് ഇങ്ങനെ പായി നിൽക്കുന്ന സമയത്ത്, അല്ലാഹ് ഞാൻ തഹജ്ജുദാണ് നിസ്കരിക്കാൻ പോകുന്നത്, പക്ഷേ എനിക്ക് ഒരുപാട് ഫർള് നിസ്കാരം ഖളാ ഉണ്ട്, ഈ സമയത്ത് ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചാൽ എനിക്ക് അത് സ്വീകരിക്കുമോ എന്നറിയില്ലല്ലോ. അതായത് സുന്നത്ത് നിസ്കാരത്തിൻ്റെ അവസരം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ ഫർള് ഖളാ വീട്ടുക. മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഫർള് നിസ്കാരം
ഖലാ ആയി അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ ഖിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഖലാ ആയിപ്പോയ ഒരു ഫർദ് നിസ്കാരം അവിടെ ഖലാ വീട്ടിയാൽ നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടായിരിക്കെ അത് നിങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം എന്താ? ഫർദ് ഖലാ ഉള്ളത് കൊണ്ട്. അപ്പോൾ ആ ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് ഇൻഷാ അള്ളാഹു താല നിങ്ങൾക്ക് ഫർദ് ഖലാ വീട്ടിയ കൂലിയും ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുള്ളത് കൊണ്ട് ആ തഹജ്ജുദ് നിസ്കാരം അല്ലെങ്കിൽ വിത്ർ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നിസ്കരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഇൻഷാ അള്ളാഹു താല അത് നിസ്കരിച്ച പ്രതിഫലം നിങ്ങൾക്ക് തരുന്നതാണ്. ഫർദ് നിസ്കാരം ഖലാ ഉള്ളവർക്ക് അവ്വാബിൻ നിസ്കരിക്കാമോ എന്ന് ചോദിച്ചാലുള്ള മറുപടി ഇതാണ്. ഫർദ് നിസ്കാരം ഖലാ ഉള്ളവർ അവ്വാബിൻ എന്ന നിസ്കാരമല്ല, മറ്റു സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ആ സമയത്തെല്ലാം ഫർദ് ഖലാ വീട്ടലാണ് വേണ്ടത്. അള്ളാഹു താല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പഷ്ടമായി മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അള്ളാഹു താല നമ്മെല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ പഠിച്ചവനെ, ഞങ്ങളുടെ ഈ ചാനലിൽ ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് കമൻറ്റുകൾ എഴുതുന്നുണ്ട്. റബ്ബേ അള്ളാഹുവെ പഠിച്ചവനെ, അവരുടെയും ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ. അള്ളാഹ് രോഗങ്ങൾക്ക് ശിഫാ നൽകണേ. അള്ളാഹ് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഖൈറായി ഇണകളെ നീ കൊടുക്കണേ അള്ളാഹുവെ പഠിച്ചവനെ, എല്ലാവർക്കും നീ സമാധാനവും ഐശ്വര്യവും ഏറ്റിയേറ്റി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകണേ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സിഹറിൻ്റെ ശല്യം, അതുപോലെ തന്നെ കണ്ണീറിൻ്റെ ശല്യം, പൈശാചികമായ ഉപദ്രവം, എന്തെല്ലാം പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടോ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അള്ളാഹുവെ. സമാധാനവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ സദസ്സിനെ സ്വീകരിക്കണേ ഞങ്ങൾക്ക് ഒരുപാട് നിസ്കരിക്കാൻ, സുന്നത്ത് ഫർദൊക്കെ നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകണേ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.